ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു കാർ ഹാങ്കിങ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ മഴക്കാലത്ത് കാറിൽ നമുക്ക് ഹാങ് ചെയ്തിട്ട് ഇതിന്റെ കാറിലെ ബാഡ് സ്മെല്ല് മാറ്റാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടിയാണ്. നമ്മളൊരു കയ്യിൽ ഒരുപാട് കളക്ഷൻ കാർ ഹാങ് പല മോഡലിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മോഡൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ നമ്മൾ മറ്റുള്ള മോഡൽസുകൾ അഥവാ വുഡ് ടൈപ്പ് തന്നെ ഗ്ലാസ് ടൈപ്പിൽ വുഡിന്റെ ഇന്നറിലൂടെ നമുക്ക് ഇന്നർ മോഡൽസും വരുന്നുണ്ട്. ഞാൻ ഈ ഒരു മോഡലിന് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് ഏറ്റവും പ്രൈസ് കുറഞ്ഞ് വില കുറഞ്ഞ് ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഇതാണ്. അതിനോട് ഞാൻ ഇങ്ങനത്തെ ഈ ആപ്പിൾ ടൈപ്പിൽ വരുന്ന മോഡൽ ചെയ്തത്. ഏകദേശം നമുക്ക് 16ന്റെ മുകളിലെ മോഡൽസ് മാത്രം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിന്റെ മോഡൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഈ നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ മറ്റുള്ള മോഡൽസുകൾ ഫോട്ടോസ് വിട്ടില്ല. ഇതാകുമ്പോൾ സിമ്പിൾ മോഡലാണ്, കാണാൻ ഒരു അട്രാക്റ്റീവ് ആവുന്ന ലൈറ്റ് മീൻസ് കുറഞ്ഞ പ്രൈസും ഇതിന് വരുള്ളൂ. ഇനി ഈ കാർ ഹാങ്ങിങ്ങിന്റെ സ്മെല്ല് എങ്ങനെയാണ് പുറത്തേക്ക് വരിക എന്നുള്ള ഒരുപാട് പേര് ഡൗട്ടാണ്. അത് വെച്ചാൽ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം കാർ ഹാങ്ങിങ്ങിന് മീൻസ് ഇതിൽ നമ്മൾ അത്ര വിശ്വസിച്ച സ്മെല്ല് എങ്ങനെ വരും എന്നുള്ളത്. കാർ ഹാങ്ങിന്റെ പ്രത്യേകിച്ച് ഒരുവിധം എന്നല്ല എല്ലാ കാർ ഹാങ്ങിങ്ങിന്റെ ഈ ഓപ്പൺ ഭാഗത്ത് കണ്ടോ, ഇതിങ്ങനെ ത്രെഡ് ഇതിലൂടെ നമ്മൾ ലിക്വിഡ് ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇതിന്റെ ഭാഗം എല്ലാ മുകൾ ഭാഗങ്ങളും ഈ ടോപ്പ് വുഡ് ടൈപ്പിലാണ് വരിക. വുഡ് ടൈപ്പല്ല, പക്ക വുഡാണ് വരിക. അതിനോണ്ട് തന്നെ ഈ ലിക്വിഡ് ഈ കാർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് ഇളകുന്ന സമയത്ത് ഈ വുഡ് കയറിയിട്ട് ഇതിൽ നിന്നാണ് നമുക്ക് ആ സ്മെല്ല് കിട്ടുക. പക്ഷേ ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 monthന്റെ മുകളിലും ആകുമ്പോക്കിന് ഇതിന് ലിക്വിഡ് കഴിയും. അപ്പോൾ കാറിന്റെ യൂസിങ് അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം കാർ എപ്പോഴും റണ്ണിങ് ഉള്ള കാറാണെങ്കിൽ 1 month ഷുവറായിട്ട് കിട്ടിക്കോളാം നമുക്ക് പറയാൻ കഴിയുന്നില്ല. അതിന്റെ പെട്ടെന്ന് കഴിയും. അപ്പൊ നമുക്ക് ഇവിടുന്ന് റീഫിൽ നമ്മൾ ഇവിടുന്ന് അയച്ചു തരും. ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാല് പിന്നെ ഒരുപാട് പേര് കാർ ഹാങ് ഊത് സ്മെല്ലുകൾ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോണത് അഹമ്മദ് അൽ മഗരിബിന്റെ ബിൻ ഷെയ്ഖന്റെ ഈ ഓയിൽ മീൻസ് പെർഫ്യൂം സ്മെല്ലാണ്. ഞാൻ ഇതെടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അതിന്റെ ബിൻ ഷെയ്ഖിന്റെ ബോട്ടിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇത് വേണമെങ്കിൽ ഇത് വെച്ച് നോക്കി, ഇതാകുമ്പോൾ ഒത്തിരി പ്രൈസ് കൂടും. അതേസമയം ഇതിന്റെ അതേ സ്മെല്ല് ഫ്രാഗ്രൻസ് നോട്ട്സ് ഒക്കെ വരുന്ന ഇതിന്റെ ഓയിൽ വെച്ചിട്ട് ആ ഓയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഇത്തിരിയും കൂടി നമ്മൾ എത്തനോളം ഉപയോഗിച്ച് ഒന്ന് ബ്ലെൻഡ് ആക്കിയതിന് ശേഷം ആ ഡാർക്ക്നെസ് നഷ്ടപ്പെടുത്തി. എന്നാൽ കാറിലാണെങ്കിൽ ഒരു ഊത് സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രം കാറിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെ ഇപ്പോൾ കാറിൽ ഊത് സ്മെല്ല് പറ്റുമോ എന്നുള്ളത്. കാറിൽ ഊത് സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ഈവൻ ലേഡീസ് വരെ നമ്മളെ കയ്യിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഊത് സ്മെല്ല് കാർക്ക് തരണം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പുറമെ സൗദിയിൽ മീൻസ് ദുബായിൽ അത്ര തന്നെ നമ്മൾ പരിചയത്തിന്റെ മേലിൽ കണ്ടില്ല. സൗദിയിലെ ഹൗസ് ഡ്രൈവർ ആയ ആളുകൾക്ക് ഇങ്ങനത്തെ സ്മെല്ലുകളാണ് കാർക്ക് ഇഷ്ടമായി പോയത്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന അവരുടെ സൗദിന്റെ കൂട്ടത്തിലൊക്കെ ഉള്ള കാറിൽ ഇങ്ങനത്തെ സ്മെല്ലുകൾ പുകയിച്ചിട്ടും കാറിൽ അവർ പുകയിക്കുന്ന ബർണർ അയാൾ നമ്മളെ കയ്യിൽ അവൈലബിൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമുക്ക് ചെയ്യണം. കാറിൽ ഡയറക്റ്റ് പുകയിക്കുന്ന മെഷീന് ഇങ്ങനത്തെ സ്മെല്ലുകൾ അഥവാ ഊത് എന്ന് പറഞ്ഞാൽ മീൻസ് അങ്ങനത്തെ ഒരു അമ്പർ ഊതിന്റെ ആ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഊത് നോട്ട്സ് കാറിൽ പുകയിച്ചിട്ട് കിട്ടുന്ന ആ ഫ്രാഗ്രൻസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലായി. അതിന്റെ അർത്ഥത്തിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പെർഫ്യൂമിനേറ്റും മീൻസ് ഓയിലിനേറ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഊത് കണ്ടന്റ് ഉള്ള പെർഫ്യൂം ഓയിലുകൾ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കാറിൽ ഹാങ് ചെയ്യുക എന്ന് വിചാരിച്ച് കാറിലേക്ക് പറ്റുന്നത് എന്ന് കരുതി ഞാൻ വന്നത്. നമുക്ക് ഈ ഹെയർ ഹാങ്ങിങ്ങിന്റെ അത് ബിൻ ഷെയ്ഖിന്റെ നോട്ട്സ് എങ്ങനെയാണോ കിട്ടുക അതേപോലെ തന്നെ ഊത്, ആംബർ, റോസി സ്മെല്ലാണ് ഇതിന്റെ ഓപ്പണിങ്ങിൽ കിട്ടുക. പിന്നെ ഒരു വാം സ്പൈസി ഉണ്ട്, ചെറിയതായിട്ടുള്ള ലെതറിന്റെയും വുഡിന്റെ ഒക്കെ സ്മെല്ലുണ്ട്, ഒരു അഗർവുഡിന്റെ സ്മെല്ലുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ടോട്ടലി കിട്ടുക. അത് ഒരു ഊത് പുകയ്ക്കുന്ന ആ ഒരു സ്മെല്ല് ഉണ്ടല്ലോ, അത് കാറിലുണ്ടാവും. ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, മീൻസ് 40 വയസ്സിന് മുകൾക്കുള്ള ആളുകൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ട്. അതിനോണ്ടാണ് മീൻസ് ഇപ്പൊ നമ്മൾ ബിൻഷെയ്ക്ക പിന്നെ പെർഫ്യൂം ആക്കിയ സമയത്ത് ഇതിന്റെ സ്മെല്ല് ഞാൻ ആലോചിച്ചു ഫസ്റ്റ് കിട്ടിയ സമയത്ത് ഇതൊക്കെ ആരാ വാങ്ങിക്കുക എന്നുള്ളത്. കാരണം ഊത് സ്മെല്ലിനെ പെർഫ്യൂം ആക്കിയിട്ട് ഞാൻ ഉണ്ട് ബദിയലൂതിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ലത്താഫയിലൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് പക്ഷെ ഇത്ര ഹൈപ്പൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ആളുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചെടുത്തു. പക്ഷെ ക്ലിക്കായി, പ്രൊഡക്റ്റ് ക്ലിക്കായി. ഇതേപോലെ തന്നെ കാർ ഹാങ്ങിങ് ക്ലിക്കാവും. അപ്പോൾ വെച്ചാൽ ഒരു വട്ടം നമ്മൾ യൂസ് ചെയ്ത് ആ സ്മെല്ലൊക്കെ നമുക്ക് വാങ്ങി ആവുമ്പോൾ ആ സ്മെല്ല് നമുക്ക് ഇങ്ങനെ കിട്ടാതെ നിൽക്കുമ്പോൾ എന്തോ ഒരു വിഷമവും ഫീലൊക്കെ ഉള്ള പോലെ ആവുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്തു, അതിന്റെ അർത്ഥത്തിലാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്തത്. ഇനി ഇതിന്റെ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഷിപ്പിംഗ് അടക്കം 300 രൂപ ബോട്ടിലെ ഷിപ്പിംഗ്,
അതിലേക്കുള്ള ഓയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് 300 രൂപക്ക്. ഈ കേരളത്തിന്റെ പുറത്തേക്കാണെങ്കിൽ അതാത് സ്റ്റേറ്റുകൾക്ക് അതാത് സെപ്പറേറ്റ് ചാർജ് നമ്മൾ എക്സ്ട്രാ നമ്മൾ നിങ്ങളെ കയ്യിൽ നിന്ന് ഈടാക്കും. ഇത് നമുക്ക് മാക്സിമം കേരളത്തിനുള്ളിൽ 4 ഡേന്റെ ഉള്ളിൽ ഡെലിവറി ഉണ്ടാവും. TTDC അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ. ഞങ്ങൾക്ക് ട്രാക്കോണ് പ്രൊഫഷണൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ടിട്ട് നിങ്ങൾ സ്പെഷ്യൽ പറയുകയാണെങ്കിൽ അത് രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടും. ചെറിയ ബില്ല് എന്തെങ്കിലും കുറച്ച് ചെറിയ പൈസ കൂടും എന്ന് മാത്രം, ട്രാക്കോണും പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ. അപ്പോൾ കാർ ഹാങ്ങിങ്ങിന്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത് ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്തുന്നത് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതെന്തായാലും പറയണം. അതെല്ലാം നിങ്ങളെ അഭിപ്രായം ഉണ്ടാവും. ഇങ്ങനത്തെ ഊത് സ്മെല്ലൊന്നും കാറിൽ ഭയങ്കര ബാഡാവും, ലേഡീസൊക്കെ കയറുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടാവില്ല എന്നുള്ളത്.